ജിജോ, എനിക്ക് തോന്നി. സോറി ഉണ്ടടാ, മറന്നുപോയി. അല്ലേലും മീര പുറകെ ഇരിക്കുമ്പോ നീ എന്നെ മറക്കും. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഇന്ന് വൈകിട്ട് പ്രോഗ്രാം ഉള്ളതാ. വന്നിട്ട് കാര്യമൊന്നുമില്ല. തബലയിൽ ഇതുപോലെ പൗഡർ ഇട്ട് വെറുതെ ഇരിക്കാനല്ലേ. ഒരു പ്രോഗ്രാമിന് 3 ടീൻ പൗഡർ വേണം. വേണ്ട, ഞാൻ വെറുതെ എന്തോ ഞാനിവിടെ മര്യാദയ്ക്ക് കൊട്ടുന്നോണ്ട് അതിന്റെ അവതാളം കേൾക്കാത്ത തമാശക്ക് നിർത്തി. പോലീസ് നാട് മുഴുവൻ അരച്ചു വെറുക്കുക. നമ്മൾ സൂക്ഷിക്കണം. അവർക്ക് ഇതുവരെ നമ്മുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ലല്ലോ. അയാൾക്ക് ഉടനെ തന്നെ ട്രാൻസ്ഫർ കിട്ടും. ഇനി വേണ്ടത് ട്രാൻസ്ഫർ അല്ല, ഡിസ്മിസൽ. നീ ഇവിടുന്ന് പറഞ്ഞ ഉടനെ ഡിസ്മിസൽ കിട്ടുന്നല്ലേ? ഇതൊന്നും അറിയാണ്ട് ഇവിടുന്ന് കള്ളം കുടിച്ചിട്ട് ബോധമില്ലാണ്ട് നടക്കുക. നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതെ, എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയും. കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളണം. കുറെ കാലമായിട്ട് ഞാൻ ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ശമ്പളം കൂട്ടി ചോദിക്കാനാണെങ്കിൽ കുറയ്ക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ പൊന്നു കുട്ടാപ്പി, ശമ്പളത്തിന്റെ കാര്യമൊന്നും അല്ല. പിന്നെ നമുക്ക് അയാളങ്ങ് തട്ടിക്കളഞ്ഞാലോ? ആ CIA സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാൻ. നമ്മളിപ്പോ ചെയ്യുന്ന റിസ്ക്കുള്ള പരിപാടിയേക്കാൾ നല്ലത് അയാളെ അങ്ങ് തട്ടിക്കളയുന്ന. ആര് തട്ടും? ഇവൻ തന്നെ ഇല്ലേ? അല്ല, വേണ്ട, നീ തട്ടണ്ട. നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനം എടുത്തിട്ട് തീരുമാനിക്കാം. അത് വേണ്ട, അതിനൊരു സുഖമില്ല. അയാളെ ഇഞ്ചിഞ്ചായി കൊല്ലണം. അയാളുടെ മനസ്സമാധാനം ഇല്ലാതാവണം. അയാളുടെ ഉറക്കം കെടണം. തൽക്കാലം അത് മതി. എനിക്ക് ജാസ്മിനെ കണ്ടിട്ട് മനസ്സിലായില്ല. സത്യം, താൻ ആളാകെ അങ്ങ് മാറിപ്പോയി. ഗോപാലകൃഷ്ണൻ ഒരു മാറ്റവും ഇല്ല. അല്ല, താനെപ്പോഴാ ഇവിടെ ചാർജ് എടുത്തേ? 1 മാസമായി. അതൊക്കെ വലിയൊരു കഥയാടോ. പിന്നെ പറയാം. ഇതാ സാർ. രണ്ടാളെ തിരിച്ചറിയില്ലെന്ന് എഴുതിയോ? നിങ്ങൾ പാട്ടരങ്ങിലെ ഗായകരല്ലേ? അതെ സാർ. ചെറിയങ്കിരി ശാർക്കർ ക്ഷേത്രത്തിലെ നിങ്ങളെ പരിപാടി ഞാൻ കണ്ടിരുന്നു. എൻ്റെ വൈഫ് ഹൗസ് അവിടെയാണ്. ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അല്ല, ഹസ്ബൻഡ് ഇപ്പൊ എവിടാ? ഹസ്ബൻഡ് ഗൾഫിലാ. വളരെ നന്നായി. നീയല്ലേ ആള്? അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ നിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു. 8167. ശരിയെങ്കിൽ കാണാം. താങ്ക് യു സാർ. അയ്യോ, ഇല്ല, ഗ്രൂപ്പിൽ ഇടുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, അവന്മാരെല്ലാം കൂടെ പിന്നെ വിളി തുടങ്ങും. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞാടോ. എന്തായാലും എനിക്ക് സന്തോഷായി. എനിക്ക് എന്റെ ബന്ധുക്കാരോടും കൂട്ടുകാരോടും ഒക്കെ ധൈര്യമായിട്ട് പറയാലോ പുതിയ CA എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന്. ആ, എന്തായാലും ഞാൻ വിളിക്കാം. ഒരു ദിവസം താൻ എന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ. ശരി. വരുന്നുണ്ട്. ഓക്കെ, ബൈ. ബൈ ബൈ. പിറകെ വിട്ടോ, വീട് കണ്ടുപിടിക്കാം. ഉറപ്പ്. ഓക്കെ. ഇതെന്തത്? നടക്കണ ബക്കറ്റ്. ഇതെവിടെ പോയി? ഇതേതാ ഈ ബക്കറ്റ്? ഇത് ഇവിടത്തെ അല്ലല്ലോ.
പത്മം പട്ടി അഴിച്ചു വിട്ടോ? ആ വിട്ടു ചേച്ചി. ഞാൻ കിടക്കാൻ പോവാ. നീ ലൈറ്റ് അടിച്ചിട്ട് കിടന്നോട്ടോ. ആ ശരി. ഉണ്ണിയുടെ സിഗ്നൽ വന്നു. നീ ഒരു കാര്യം ചെയ്യും, ഇത് കൊണ്ടുപോയിട്ടെ ആ പട്ടിക്ക് ഇട്ട് കൊടുക്കും. നീ അല്ല വീട്ടിൽ കയറിയത്. സത്യം പറയടാ, സത്യം പറയടാ. നീ അല്ലേ കയറിയത്? പറയടാ, പറയടാ, സത്യം പറയടാ. ഞാനല്ല സാറേ, പറയടാ, പറയടാ. ഇടിക്കല്ലേ സാറേ, നീ അല്ലേ കയറിയത്? പറയടാ. സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഇടിച്ചേ കൊല്ലില്ല. പറയടാ, നീ എന്നെ വീട്ടിൽ കയറിയത്? പറയടാ. പറയടാ. സത്യം പറഞ്ഞു. നീ അല്ല വീട്ടിൽ കയറിയത്. പറയടാ, സത്യം പറയടാ. നീ അല്ല കയറിയത്. നീ അല്ലടാ കയറിയത്. ഞാൻ കേറിയില്ല സാറേ. പറയടാ, സത്യം പറയടാ. നീ എന്നടാ വീട്ടിൽ കയറിയേ? പറയടാ. എന്റെ പൊന്നു സാറ്, എനിക്കൊന്നും അറിയത്തില്ല സാറ്. ഞാൻ മോഷണം നിർത്തി വർഷങ്ങളായി സാറ്. നിർത്തിയ മോഷണം നീ എന്നാണ് തുടങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. പറയടാ, പറയടാ. നീ എന്നെ കയറിയത്. പറയടാ, പറയടാ. മതി ഗോപാൽ, മതി. ഇടിച്ചിട്ടുണ്ടല്ലോ നിന്റെ താടി. നീ ആരാടാ? പൃഥ്വിരാജ. എന്തൊരു നാറ്റോടാ. വിളിക്കയില്ല. ജാസ്മിൻ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ആ കളനെ പോക്കും. തന്നെ ഇന്നലെ കണ്ടുമുട്ടിയെങ്കിലും ഇത്ര പെട്ടെന്നൊരു പരാതിയായിട്ട് തന്റെ മുമ്പിൽ വരേണ്ട വരുമെന്ന് ഞാൻ കരുതിയില്ല. ഓ, അതൊന്നും സാരമില്ലടോ. ഈ മോഷണം പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരാതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റെന്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്റെ താലിമല തിരികെ കിട്ടണം. 100%. എന്താടോ? സർ പതിപോലെ തന്നെ കഥകം ചെല്ലൊന്നും തകർത്തിട്ടില്ല. പിന്നെ പട്ടി ഇപ്പോഴും മയക്കത്തിലാണ് സർ. ഈ ജോലിക്കാരി ആളെങ്ങനെയുണ്ട്? നല്ല സ്ത്രീയാ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് അവൾ എന്റെ കൂടെ ഉള്ളതാ. ഈ രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ വാതിലുകളൊക്കെ അടയ്ക്കുന്നത്? ഒരു 8-8:30. അതിനു മുമ്പ് പട്ടി അഴിച്ചോടും. അപ്പൊ അതിനു മുമ്പ് കള്ളനകത്ത് കയറി. സാറേ, ആ ജോലിക്കാരിക്ക് സാറിനോട് എന്തോ പറയണമെന്ന്. വിളിക്കേ. സർ, ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആ, വാ വാ വാ. നമസ്കാരം. നമസ്കാരം. എന്താ പറയാനുള്ളത്? സാറ്, ഞാൻ ഇന്നലെ രാത്രി പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോഴേ ആ, പുറത്തൊരു ബക്കറ്റ് നീങ്ങണ പോലെ തോന്നി. ബക്കറ്റ് നീങ്ങുന്ന പോലെ? ആ, ഞാൻ വിചാരിച്ചു അത് വല്ല പട്ടിയും പൂച്ചയാണെന്ന്. പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ നോക്കാൻ വന്നപ്പോഴേ അതവിടെ കണ്ടില്ല സാറേ. ഓ, തിരിച്ച് അകത്തേക്ക് കയറാൻ നേരം നോക്കിയപ്പോ ദേ ഇരിക്കുന്നു അടുക്കള അതിന്റെ അടുത്ത്. ഞാൻ എടുത്ത് നോക്കിയപ്പോ അതിന് 2 ഓട്ട ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബക്കറ്റ് അല്ലായിരുന്നു സാറേ. പിന്നെ കാലത്ത് നോക്കിയപ്പോ അതവിടെ കാണാനും ഇല്ല. ആ, ഈ ബക്കറ്റ് കണ്ടത് ഏകദേശം ഒരു എത്ര മണിക്കായിരിക്കും? അത് ഒരു 8 മണി ഉണ്ടാവും സാറേ. ആ, 8 മണി. ബക്കറ്റിന് എന്ത് വലിപ്പുണ്ടാവും? ഇത്ര ഉണ്ടാവും സാറേ. അത് സാരമില്ല. ഹംസ, ഇവിടെയുള്ള ബക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേ. ആ, നോക്കിക്കേ. ഇതിലേതിൻ്റെങ്കിലും ഒക്കെ വലിപ്പം ഉണ്ടായിരുന്നോ? ഇതിനേക്കാളും കുറച്ച് വലുതായിരുന്നു സാറേ. ഓ, അപ്പോൾ ഒരു 2, 2.5, 3 അടി വലിപ്പം വരും അല്ലേ? ജാസ്മിൻ, താനൊന്ന് വിട്ടോ, ഞാൻ വിളിച്ചോളാം. ശരി. ആ, ശരി. ആ, നമസ്കാരം. സാറേ, ഇതിന്റെ പിന്നിൽ അവൻ തന്നെയാ, ഉറപ്പാ. അതെനിക്കറിയാടോ. ഈ ജാസ്മിൻ എൻ്റെ പഴയൊരു ക്ലാസ്മേറ്റാ. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് അവളെ ഒന്ന് ബോധിപ്പിക്കണ്ടേ? അതിന് ഞാനൊരു നമ്പർ ഇട്ടാ. എന്നാലും
ആ ബക്കറ്റ്